എത്ര കള്ളപ്രചരണങ്ങൾ കൊണ്ട് മൂടി വെക്കാൻ ശ്രമിച്ചാലും സത്യം പുറത്തു വരും എന്നുള്ളതിൻ്റെ ഒരു ചെറിയ തുടക്കമാണ് ഇത് സ്ത്രീകളുടെ വിജയത്തിൻ്റെ ഒരു തുടക്കം എന്ന് തന്നെ പറയാം. അതിജീവിതകൾ നേരിട്ടിട്ടുള്ള ക്രൂരപീഡനത്തിന് അവർക്ക് കിട്ടുന്ന ഒരു നീതിയുടെ തുടക്കം മാത്രമാണ് ഇത്. അവർക്ക് അവരുടെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നുണ്ട്. അപ്പോൾ ഇനിയും അതിജീവിതകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരും ഇതിൻ്റെ ഭാഗമാകണം, നിങ്ങളുടെ നീതി കണ്ടെത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കൂടാതെ പാർട്ടിയോട് പറയാനുള്ളത്, ഇപ്പോഴാണെങ്കിലും സ്ത്രീപക്ഷമായി ഒരു നടപടി സ്വീകരിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. നേതൃത്വത്തിന് എല്ലാവരോടും തന്നെ നന്ദി അറിയിക്കുകയാണ്. എല്ലാ അതിജീവിതകളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. അവസാന നിമിഷം വരെ കോൺഗ്രസ് സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നൊരു ആക്ഷേപമുണ്ടോ? ഇല്ല, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും സത്യമേവ ജയതേ എന്ന് പറഞ്ഞതുപോലെ തന്നെ സത്യം തന്നെ വരും. ഒരുപാട് സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വന്നു. ഇതെല്ലാം ഉണ്ടാക്കിയ കഥകളാണ്, വെറുതെ പറഞ്ഞതാണ് എന്നുള്ളത് ഇപ്പോൾ കോടതി തന്നെ അങ്ങനെ അല്ല എന്നുള്ള ആദ്യ സൂചന നൽകിയിരിക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ അത്രയും വിഷമത്തോടുകൂടി ഞാൻ പറഞ്ഞുപോയൊരു കാര്യത്തിൻ്റെ പേരിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു. അത്രയും വിഷമമുണ്ട്. പക്ഷെ എൻ്റെ സഹോദരിമാർക്ക് നീതി കിട്ടുന്നതിൻ്റെ ഒരു കാരണമായി, ഒരു നിമിത്തമായി എന്നുള്ളതിൽ അത്യന്തം ആനന്ദമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. ഏറ്റവും കൂടുതൽ പറയാനുള്ളത് നിങ്ങൾ മാധ്യമങ്ങളോടാണ്. മാധ്യമങ്ങൾ വഹിച്ച പങ്ക്, ചില റിപ്പോർട്ടർമാരും ചിലരും ഒക്കെ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഒരുപാട് താങ്ക്സ്, ഒരുപാട് നന്ദി. അല്ല, അത് ആദ്യമേ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണല്ലോ. പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലരും പറയാൻ മടിക്കുന്നതാണ്. ഞാൻ പറയുന്നത് അതിജീവിതകൾ ഇനിയും ഉണ്ട്. നിങ്ങൾ ട്രോമയായിട്ട് വീട്ടിലിരിക്കരുത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നീതി കണ്ടെത്തണം. ഈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.